പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 29-ാം തീയതി നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരം ഉയർത്തി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെന്ന് പറഞ്ഞ്, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. വൺ മോർ ടൈം പറഞ്ഞ്, യേശു നല്ലവനല്ലോ, യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം, ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവ് നല്ലവനാകിയാൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ കരുതിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ തൻ്റെ ചിറകിൻ്റെ മറവിൽ കൺമണി പോലെ നമ്മളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ, അതിനായിട്ടൂടെ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുക, ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും രണ്ടാമത്തെ ദിവസം ആമേൻ, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നു, ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ, കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവെ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നാലാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അഞ്ചാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ആത്മാവെ നീ എന്തിനാ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്ക്. ഈ രണ്ടാമത്തെ ദിവസം സഹോദര സഹോദരി, മാതാവേ പിതാവേ, ദൈവത്തിൽ പ്രത്യാശ വെക്ക്. കർത്താവ് നമ്മുടെ മുഖപ്രകാശരക്ഷയും നമ്മുടെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുവാനും കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കണം. കർത്താവെ, അങ്ങയുടെ ചിറക് വിടർത്തി അതിനുള്ളിൽ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ദൈവിക ചിറകിൻ്റെ മറവിൽ, അവൻ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ പകൽക്കാലവും ഈ രാത്രികാലവും എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും സുരക്ഷിതരായിരിക്കാൻ സ്തോത്രം. കർത്താവ്, രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. രോഗശക്തികളും രോഗത്തിൻ്റെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ശരീരം വിട്ടുപോകട്ടെ. അവരെ അലട്ടുന്ന മാനസികമായി ശാരീരികമായി ഒക്കെ തളർത്തിക്കൊണ്ടിരിക്കുന്ന രോഗശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വയറിനകത്തുള്ള അസ്വസ്ഥത കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, കൈകാലുകളുടെ വേദനയും ബലഹീനതയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. കൈകാലുകൾക്കുള്ള പെരുപ്പ്, നംനെസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബാലൻസിൻ്റെ പ്രോബ്ലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രാത്രി ഉറങ്ങാൻ കഴിയാതുള്ള അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ അത്ഭുതകരമായി തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തുന്നതിന് സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ. ജോലി ലഭിച്ചു, പക്ഷേ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ചില ഡോക്യുമെൻറ്റേഷൻ്റെ കുറവുകൾ, ചില അപ്രൂവലുകളുടെ കുറവുകൾ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവേ, ജോലി ലഭിച്ചിട്ടും പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കുവാൻ കർത്താവ് വഴി തുറക്കുന്നതിനായി സ്തോത്രം.
കർത്താവ് വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതം ചെയ്യുന്നു, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ കർത്താവ്, എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഉപയോഗിക്കണമേ. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 2-ാം ദിവസം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന, ഉപവാസത്തോടുകൂടെ ആയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. അവർ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ അങ്ങ് അവരിലേക്ക് ഇറങ്ങി വന്ന് അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിവസമാണ്. നിങ്ങളെല്ലാവരും ആമേൻ. ഇന്നലെ നിങ്ങൾക്കറിയാം കർത്താവ് നമ്മുടെ നടുവിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിൽ നമുക്കിരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് 2-ാം ദിവസം അതിലും അധികമായ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. പ്രത്യേകിച്ച് ആമേൻ, കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. അവരെ നിങ്ങൾ എൻകറേജ് ചെയ്യുമ്പോൾ അവർ പങ്കെടുക്കും, അത് അവർക്ക് അനുഗ്രഹം. പക്ഷേ അതിലുപരിയായി കർത്താവ് നമ്മളെ അതിൽ പ്രത്യേക അനുഗ്രഹം തരും. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവസന്നിധിയിലിരിക്കണം. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ചെയ്യും കേട്ടോ. ആമേൻ. അതുകൊണ്ട് വൈകിട്ട് ഇന്ത്യൻ സഭയെ 9:30 തക്ക സമയത്ത് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നലെ അങ്ങ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്ന് അതിലും വലിയ അനുഗ്രഹങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുക, അങ്ങല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസം കർത്താവ് തരുന്ന ഒരു വാഗ്ദത്തമാണ്. നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മളെ ബലപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവത്തെ പോലെ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്നിൽ ഏകാഗ്ര ചിത്രയോടെ, കർത്താവേ അങ്ങ് മാത്രമേ എൻ്റെ ആശ്രയമുള്ളൂ, അങ്ങാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അങ്ങ് മാത്രമാണ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത് എന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണ്ട് മുതൽ ആരൊക്കെ കാത്തിരുന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആമേൻ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതുപോലെ അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. പ്രതീക്ഷിക്കുന്ന നമ്മളെ, ആമേൻ, കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന നമ്മളെ കർത്താവ് കൈവിടത്തില്ല. നമുക്ക് വേണ്ടി അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക, വലിയത് പ്രതീക്ഷിക്കുക. ഹി ഈസ് ബിഗ് ഗോഡ്. അവൻ വലിയ ദൈവമായതുകൊണ്ട് വലുത് പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ വേദപുസ്തകം നമ്മൾ ആരംഭത്തിൽ തൊട്ട് വായിക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ നമുക്കറിയാം ആരൊക്കെ കർത്താവിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ, ആരൊക്കെ കർത്താവിൽ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാക്യം ഒരു എൻകറേജ്മെൻറ്റ് മാത്രമല്ല, ഇതൊരു കർത്താവിൻ സ്വർഗീയ സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ ആരൊക്കെ കർത്താവിൽ പ്രത്യാശ വെക്കുന്നോ, വിശ്വസിക്കുന്നോ, കാത്തിരിക്കുന്നോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് വലിയ ഒരു ഉദാഹരണമാണ് വേദപുസ്തകത്തിലുള്ളത്. അതായത് വേദപുസ്തകത്തിലെ ഒരു ഫാക്റ്റാണ്. അപ്പം ഈ ഉപവാസ ദിവസങ്ങളിൽ നമ്മൾ ശാരീരികമായി ക്ഷീണിതരായി എന്ന് തോന്നിയാലും സ്പിരിച്വലി നമ്മളെ കർത്താവ് ബലപ്പെടുത്തി പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, എപ്പോഴും നമ്മൾ പറയും, കർത്താവേ ഞാൻ അങ്ങിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ശക്തിയിലോ എൻ്റെ ബുദ്ധിയിലോ അല്ല. നമ്മുടെ ബുദ്ധിയിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് നടക്കാൻ പ്രയാസമുള്ള കാര്യമായിരിക്കും, നമ്മുടെ ചിന്തകളിൽ അത് പ്രയാസമായിരിക്കും. പക്ഷേ കർത്താവേ ഞാൻ അങ്ങിൽ വെയിറ്റ് ചെയ്യുന്നു, അങ്ങയുടെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു എന്ന് പറയുക. അവൻ സങ്കീർത്തനം 27:14 പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. അതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസം ധൈര്യമായിട്ട്, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ വലുതിനു വേണ്ടി കാത്തിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വലുത് ചെയ്യും. ശ്രദ്ധിച്ചേ, വീണ്ടും പറയട്ടെ, അവൻ ഹന്നായെ ഒന്ന് ഓർത്ത് നോക്കിയ പഴയ നിയമത്തിൽ ഹന്ന അവൻ വിവാഹിതയായി വർഷങ്ങളായി
തൻ്റെ ഗർഭം അടഞ്ഞിരിക്കുക, കുഞ്ഞുങ്ങളില്ല. എന്നാൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഏലി പ്രവാചകൻ അല്ലെങ്കിൽ ഏലി പുരോഹിതൻ വന്ന് പറഞ്ഞു, ആമേൻ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞു. അന്ന് അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറിയതുപോലെ ഈ രണ്ടാമത്തെ ദിവസം ദൈവശബ്ദം കേൾക്കുവാനും ദൈവം ചില അവസ്ഥകളെ മാറ്റുവാനും ഇടവരട്ടെ. ആമേൻ, കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, വിശ്വസിക്കുന്നവർ ആമേൻ അത്ഭുതങ്ങളെ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ രണ്ടാം ദിവസം പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ റെഡിയായിട്ടിരിക്കുക, വലുത് പ്രാപിക്കാൻ റെഡിയായിട്ടിരിക്കുക. ആമേൻ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. ഒരു കാര്യം കൂടെ പറയട്ടെ, വിശ്വസിക്കുന്നവർക്കും പ്രതീക്ഷിക്കുന്നവർക്കും വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമുക്ക് വിശ്വാസവും വേണം, വലിയ പ്രതീക്ഷയും വേണം. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ. വലിയ പ്രതീക്ഷ വേണം, വലിയ പ്രതീക്ഷ. ചെറുത് പ്രതീക്ഷിക്കല്ലേ, ബിക്കോസ് നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട് വലുത് പ്രതീക്ഷിക്കുക. ഇന്ന് നിശ്ചയമായിട്ടും വലുതിനു വേണ്ടി കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. മറക്കല്ലേ, ആമേൻ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.